ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത്, നമ്മുടെ കാലടികളെ വഴുതാതെ സൂക്ഷിക്കുന്ന, നമ്മെ ജീവനോട് പാലിക്കുന്ന ഒരു കർത്താവിൻ്റെ കരം എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന് തിരുവഴുത്തിലൂടെ കർത്താവ് നമ്മെ ഓർപ്പിക്കുക. 66-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ നമ്മെ ജീവനോട് കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നില്ല. പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നുണ്ട്, എന്നിലും ശക്തർ എന്നിലും ഭക്തർ വീണ് തകർന്ന ഈ പോർക്കളത്തിൽ കർത്താവെ ഞങ്ങളെ വീഴാതെ നിർത്തിയിരിക്കുന്നത് അവിടുത്തെ ദയയാകുന്നത് കൊണ്ട് ഓരോ പ്രിയപ്പെട്ടവരും ഓരോ ദിനവും നടത്തുന്ന വഴികൾക്ക് കർത്താവിന് നന്ദി പറയുന്നവരായി മാറുക. കായിക ബലമുള്ളവർ, കഴിവുള്ളവർ, പരിശീലനം സിദ്ധിച്ചവർ ജീവിതയാത്രയിൽ തളർന്നു പോയത് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സാധുവായി എന്നെയും നിങ്ങളെയും കർത്താവ് കരങ്ങളിൽ വഹിച്ച് ഓരോ ദിനവും ആരോഗ്യത്തോടെ ബലത്തോടെ ജീവനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകിത്തന്ന് അപ്പച്ചൻ നടത്തുന്ന ദൈവകൃപയ്ക്ക് നന്ദിയുള്ളവരായി മാറുക. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത കനാലിലേക്ക് പോകുമ്പോൾ പിഹാഹരേത്തിൽ ചെങ്കടലിന്റെ തീരത്ത് പാളയമിറങ്ങി നിൽക്കുന്നവർ പിൻപിൽ കാണുന്നത് ഫറവോന്റെ സൈന്യത്തെയാണെങ്കിൽ മുൻപിൽ വഴിയടയപ്പെട്ട നടുവിൽ, നിലവിളിയുടെ നടുവിൽ ദൈവത്തിന്റെ ദാസനായ മോശയിലൂടെ അവർക്ക് മുൻപോട്ട് പോകാനുള്ള വഴി തുറന്നു കൊടുത്തപ്പോൾ ചെങ്കടലിലെ ഉണങ്ങിയ പാതയിലൂടെ ഇസ്രായേൽ ആബാലവൃദ്ധം നടന്ന ഇക്കര കടന്നെത്തുവാനിടയായെങ്കിൽ അവർ ഇക്കര കടന്ന ദൈവത്തിന് മഹത്വം കരറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ശക്തന്മാരായ പരിശീലനം സിദ്ധിച്ച കായിക ബലമുള്ള ഏതവസ്ഥയിലും നടകൊള്ളുവാൻ പര്യാപ്തമായ ഭടന്മാർ അല്ലെങ്കിൽ സൈന്യം കടലിൻ്റെ നടുവിൽ തകർന്നു പോയത് അവരുടെ കൂടെ ദൈവമില്ലാതിരുന്നത് കൊണ്ടാണെങ്കിൽ, മുൻപേ പോയ ജനം ശക്തന്മാരായതുകൊണ്ടല്ല, ആരോഗ്യ ദൃഢഗാത്രന്മാരായതുകൊണ്ടല്ല, കർത്താവിൻ്റെ കരം അവർക്ക് കൂടെ ഉള്ളത് കൊണ്ടാണ് അവർ സുരക്ഷിതമായി എത്തിയതെന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഓരോ ദിനവും എന്നെയും നിങ്ങളെയും കരം പിടിച്ച് നടത്തുന്ന, ഓരോ ദിനവും എന്നെയും നിങ്ങളെയും സുരക്ഷിതമായി സൂക്ഷിക്കുന്ന നമ്മുടെ കർത്താവിന് നന്ദി പറയുന്നവരായി മാറുക. ഏത് അനർത്ഥങ്ങളുടെ നടുവിലും, ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും കർത്താവിൽ ആശ്രയിക്കുന്ന ഭക്തനെ സുരക്ഷിതമായി സൂക്ഷിപ്പാൻ അവൻ്റെ കരം ശക്തമാകുന്നത് കൊണ്ട്, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നത് കൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കി യൂദയുടെ ലേഖനം ഇപ്രകാരം പറഞ്ഞു, വീഴാതെ വണ്ണം തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുന്ന കർത്താവെ, ഞങ്ങളെ ഓരോ ദിനവും പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ അടുത്തു വരുന്നുവെങ്കിൽ നിശ്ചയമായി ഇന്നിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ദൈവത്തിൻ്റെ ബലം നമ്മുടെ കൂടെ ഇരുന്ന് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി തൻ്റെ ജനത്തെ നടത്തിയ കർത്താവ് എന്നെയും നിങ്ങളെയും അനുദിനം ശക്തിയോടെ വഴി നടത്തും. അതുകൊണ്ട് അവൻ്റെ പാതാരന്തങ്ങൾ താണിരിക്കുക, ആകുലരാകാതെ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനെ ശരണം പ്രാപിക്കുന്നവരായി മാറുക. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.